അടുത്ത തെരഞ്ഞെടുപ്പിൽ CM ആയി വരുന്നത് പിണറായി വിജയൻ സാറാണോ അല്ലാതെ സതീശനാണോ? ഈ രണ്ടിലും ആരാ വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ അസ്ട്രോളജിയിൽ നോക്കിയാൽ അറിയാം. അതിൽ നമുക്ക് വിജയൻ സാർ ജനിച്ചത് 24/5/1945 അവർ തുലാം രാശിയിലാണ് ജനിച്ചിരിക്കുന്നത്. അതുപോലെ സതീശൻ സാറ് 31/5/64 ജനിച്ചിരിക്കുന്നത്. അപ്പം അവർ ജനിച്ച രാശി ഏതാന്ന് വെച്ചാൽ അത് മകരരാശിയാണ്. ഇപ്പം ഈ രണ്ട് രാശിക്കാരുടെ തമ്മിൽ ആരുടെ ജാതകമാണ് വലുതായിരിക്കുന്നത്, ആര് ജയിക്കും? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ സാറിൻ്റെ ജാതകം ശുക്രൻ്റെ ദിശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശുക്രൻ്റെ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അവരുടെ ജാതകത്തിൽ ശുക്രൻ ഉച്ചത്തിലാണ്, ഇന്നും വർഗോത്തമത്തിലാണ്. ഒന്ന്. രണ്ടാമത് ഇപ്പം സതീശൻ സാറിന് പോയിക്കൊണ്ടിരിക്കുന്നത് ശനി ദിശയാണ്. ശനിയിൽ എലക്ഷൻ വരുന്ന സമയത്ത് വരുന്ന അപകാരം ഏതാന്ന് വെച്ചാൽ ശനിയിൽ ചന്ദ്രനാണ്. ഇപ്പോൾ ഈ സാറിന് വിജയൻ സാറിന് നോക്കുമ്പം ഇവിടെ വരുമ്പം ഈ ശുക്രദിശയിൽ സൂര്യനാണ് വരുന്നത്, അപകാരം സൂര്യനാണ്. അപ്പോൾ ഇത് അനുസരിച്ച് നോക്കിയാൽ വലുത് ആരാണെന്ന് വെച്ചാൽ ഈ ദിശ അപകാരം വെച്ച് നോക്കിയാൽ ഇപ്പോൾ വിജയൻ സാറിനാണ് ഇതിന് കൂടുതലായിട്ടിരിക്കുന്നത്. രണ്ടാമത് ഈ ശുക്രൻ വിധി നടത്തുമ്പം ഈ വർഷം 11ാമത്തെ മാസം കഴിഞ്ഞിട്ട് അത് വിജയൻ സാറിന് അത് മേടരാശിയിലോട്ട് വരുന്നു. വിധി മേടരാശിയിൽ വരുമ്പം പുള്ളിക്കാരൻ വീണ്ടും തലവനായി വരും. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.